എല്ലാവർക്കും വിനീതമായ നമസ്കാരം. പ്രിയ ബഹുമാനപ്പെട്ട ശ്രീ നജീബ് ക, ഷനൂബ് സാർ, എൻ്റെ പ്രിയ സുഹൃത്തുക്കളെ, ഇത് രണ്ടാമത്തെ വർഷമാണ് മാത്തിച്ചാറാണ് ഇരിക്കുന്നത്. രണ്ടാമത്തെ വർഷമാണ് ഞാനിവിടെ സ്കെയിലപ്പിന് വരുന്നത്. എന്തായാലും ഇങ്ങനൊരു പരിപാടി അനൂപ് സാറ് പറഞ്ഞതുപോലെ ഇടത്തും വലത്തും സ്റ്റാർട്ടപ്പിനെ കുറിച്ച് ചർച്ച ചെയ്യുന്നു, അല്ലെങ്കിൽ ഇക്കോസിസ്റ്റം ഒരു ചർച്ചയാവുന്നു എന്ന് തന്നെയാണ് ഈ പരിപാടിയുടെ അല്ലെങ്കിൽ ഇതുപോലെയുള്ള സമാന പരിപാടികളുടെയും ഏറ്റവും വലിയ വിജയം. കാരണം അത് ചർച്ച ചെയ്യപ്പെടണം. കേരളം എന്നൊരു സംസ്ഥാനം ഇന്ത്യയിലെ 28 സ്റ്റേറ്റുകളിലെ ഒരു ചെറിയ സ്റ്റേറ്റ്, നമ്മുടെ ആകെ ജനസംഖ്യയുടെ 3% താഴെ ആളുകൾ വസിക്കുന്ന ഒരു ചെറിയ സംസ്ഥാനം. ഈ ഒരു സംസ്ഥാനത്തിനൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് വേണമെങ്കിൽ അവിടെ നല്ല സ്റ്റാർട്ടപ്പുകൾ വരണം. അതായത് കേരള ടു ഗ്ലോബൽ എന്ന് പറയുന്നത് പോലെ കേരളത്തിൽ നിന്നും ഗ്ലോബൽ നീഡ്സിനെ അല്ലെങ്കിൽ ലോകത്തിൻ്റെ ആവശ്യങ്ങളെ ലോക മാർക്കറ്റുകളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ പറ്റിയ സ്റ്റാർട്ടപ്പുകൾ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മളൊരു എക്സ്പൊണൻഷ്യൽ ഗ്രോത്ത് നമുക്ക് സാധ്യമാവുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ സാധാരണ പോലെ നമ്മൾ പഠിക്കും, സ്കൂളിൽ പോകും, ഏതെങ്കിലും ജോലി വാങ്ങും, അല്ലെങ്കിൽ ഇവിടെ കംപ്ലീറ്റ്ലി ഡിപ്പെൻഡിങ് ഓൺ ദി എംപ്ലോയേഴ്സ് കമ്മിങ് ടു ദി സ്റ്റേറ്റ് എന്ന രീതിയിലേക്ക് ഒരു മാർക്കറ്റ് ഇവിടെ എക്സിസ്റ്റ് ചെയ്യും. അതിനപ്പുറമായിട്ട് നമ്മുടെ ജീവിത നിലവാരത്തിൽ നമ്മളെല്ലാവരും വളരെ ആശങ്കയോടെ ചർച്ച ചെയ്യുന്നൊരു കാര്യമാണ് യുവാക്കൾ ഇവിടെ നിന്ന് മറ്റ് രാജ്യങ്ങളിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ UK യിലേക്ക്, US ലേക്ക്, ഓസ്ട്രേലിയയിലേക്ക് പോകുന്ന കാര്യം. അത് കേവല വിദ്യാഭ്യാസത്തിന് മാത്രമല്ല എന്നുള്ളത് നമുക്കറിയാം. അത് അവിടുത്തെ ജീവിത നിലവാരം, ജീവിത സാഹചര്യങ്ങൾ, അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റം മുതൽ നമ്മുടെ ഡേ ടു ഡേ എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു ഷോപ്പിംഗ് എക്സ്പീരിയൻസ് വരെ ഒരു യുവാവിനെ, ഒരു വിദ്യാർത്ഥിയെ ഇവിടെ നിന്നും മറ്റൊരു രാജ്യത്തേക്ക് ആകർഷിക്കുന്ന ഘടകമാണ്. ആ ഒരു മാറ്റം നമ്മുടെ സ്റ്റേറ്റിലുണ്ടായെങ്കിൽ ഈ പറയുന്ന യങ് ജനറേഷനെ ഇവിടെ പിടിച്ചു നിർത്താൻ പറ്റൂ സാർ. കാരണം ഇവിടെ നമ്മൾ ജീവിക്കുന്നത് ഞാൻ വിചാരിക്കുന്ന ഒരു ബോർഡർലെസ് എക്കോണമിയിലാണ്. കാരണം ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിക്കൊണ്ടിരിക്കും. എവിടെയാണോ നല്ലത് അങ്ങോട്ട് മാറിപ്പോകും. ആർക്കും പിടിച്ചു നിർത്താൻ പറ്റില്ല. അപ്പം അതിനുള്ള ഉത്തരം നമ്മൾ വരുത്തേണ്ടത് ഈ മാറ്റം വരുത്തിക്കൊണ്ടായിരിക്കണം. അതായത് നല്ല റോഡുകളും ഇറങ്ങി നടക്കാൻ പറ്റിയ നല്ല നടപ്പാതകളും നല്ല പാർക്കുകളും, അതുപോലെ നല്ല ഷോപ്പിംഗ് എക്സ്പീരിയൻസും, നല്ല ഡൈനിങ് എക്സ്പീരിയൻസും, നല്ല വിദ്യാലയങ്ങളും നല്ല തിയേറ്റേഴ്സും ഇതെല്ലാം വേണം. എന്നാൽ മാത്രമേ ഇവിടുത്തെ ഒരു യുവതയെ ഇനി പിടിച്ചു നിർത്താൻ പറ്റുള്ളൂ. അപ്പം അതിലൊരു ഇമോഷണൽ ആവാതെ നമ്മൾ എങ്ങനെ അത് പ്രാക്ടിക്കലാകാം. ഇപ്പം സാറ് പറഞ്ഞൊരു കാര്യമുണ്ട്, 10 MLA-മാർ ഞാൻ എണ്ണം കൃത്യമായിട്ട് പറയുന്നില്ല, എന്നാലും വളരെ ചുരുക്കം ജനപ്രതിനിധികളെ ഈ വിഷനെ അലൈൻ ചെയ്തിട്ടുള്ളൂ. അതാണ് നമ്മുടെ നാടിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ട് കാണുന്നത്. കാരണം പല അജണ്ടാസിനിടയിൽ ഇതൊരു ന്യൂസ് അജണ്ട മാത്രമായിട്ട് ഒതുങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിനൊരു മാറ്റം നമ്മളിത് കഴിഞ്ഞ 10 വർഷമായിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്നുണ്ട്. ഈ ഒരു അവസ്ഥയിലാണെങ്കിൽ അടുത്തൊരു 10 വർഷം കൂടെ നമ്മൾ ചിലപ്പോൾ ചർച്ചകളിൽ ഒതുങ്ങി നിൽക്കുമായിരിക്കും. എന്ത് മാറ്റമാണ് വരുത്താൻ ആഗ്രഹിക്കേണ്ടത്? ഞാൻ പലപ്പോഴും നമ്മുടെ കുട്ടികളോട് സംസാരിക്കുമ്പോൾ പറയുന്നത്, ചിലപ്പോൾ ഞാൻ യൂണിവേഴ്സിറ്റി പറയുന്നുണ്ട്, അടുത്ത 15 അല്ലെങ്കിൽ 20 വർഷത്തിനുള്ളിൽ നമ്മളൊരു ക്യാബിനറ്റ് ഫോം ചെയ്യണം. നമ്മൾ തീരുമാനിക്കണം ഈ നാട്ടിൽ എന്ത് മാറ്റമാണ് വരുത്തേണ്ടത്. ഈ മാറ്റം തുടക്കാനാണ് അത് ബുദ്ധിമുട്ട്. കാരണം നമ്മളിത് ഈ പുസ്തകങ്ങളിലും അല്ലെങ്കിൽ TV ഡിസ്കഷൻസിലും മാത്രമല്ലാതെ എങ്ങനെ ഒരു മാറ്റം തുടക്കം കുറിക്കണം, അതെങ്ങനെ എക്സിക്യൂട്ട് ചെയ്യണമെന്ന് ചിന്തിക്കുന്ന ഒരു നല്ല റിയൽ എക്സിക്യൂട്ടേഴ്സിനെയാണ് നമ്മുടെ സ്റ്റേറ്റിന് ആവശ്യമെന്ന് തോന്നുന്നു. കാരണം അതിന് ഏറ്റവും വലിയൊരു എക്സാമ്പിളാണ് ഈ സ്കെയിലപ്പ് എന്ന് പറയുന്ന ഒരു പരിപാടി തന്നെ. കാരണം സമാനമായ പരിപാടികൾ, കാരണം ഒരു വില്ലേജിനെ, അല്ലെങ്കിൽ അനൂപ് സാറ് പറഞ്ഞതിൻ്റെ, ഞാൻ ഇതിനു മുമ്പ് സംസാരിച്ച 2 സ്പീക്കേഴ്സിൻ്റെ കോൺടെക്സ്റ്റിലാണ് ഞാൻ സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത്. കാരണം എല്ലാ ആശയങ്ങളും അവർ പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ അതിനെ ബേസ് ചെയ്ത്, ആ ത്രെഡ് ബേസ് ചെയ്ത് മാത്രം ഞാൻ സംസാരിച്ചാൽ മതി. അപ്പോൾ ഒരു ഗ്രാമത്തിനെയോ അല്ലെങ്കിൽ ഒരു പ്രദേശത്തെ മാത്രം ചെയ്തൊരു ടാലൻറ്റിനെ ഇയർമാർക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം ടാലൻറ്റ് എവിടെ നിന്നും വരാം. നമ്മുടെ നാട്ടിൽ, നമ്മുടെ ലോകത്ത് കേട്ടിട്ടുള്ള പല എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ബിസിനസ് യൂണിക്കോൺസോ അല്ലെങ്കിൽ സയൻറ്റിസ്റ്റുകളും വന്നിട്ടുള്ള പല ചെറിയ സ്ഥലങ്ങളിൽ നിന്നുമാണ്. അപ്പോൾ ഒരു സ്ഥലത്തുനിന്ന് ഈ ഒരു പ്രൊഡക്ടിവിറ്റി ഉണ്ടാകൂ എന്നുള്ള ഒരു പ്രെജുഡീസ് മൈൻഡ് സെറ്റിൻ്റെ ആവശ്യം ആർക്കുമില്ല. കാരണം അത് എവിടെ നിന്ന് എന്ത് വേണമെങ്കിലും വരാം. അപ്പോൾ അതിനുവേണ്ടി ഒരു എക്കോസിസ്റ്റം, ഇറസ്പെക്റ്റീവ് ഓഫ് ലൊക്കാലിറ്റി, ഇറസ്പെക്റ്റീവ് ഓഫ് റീജിയൻ, ഒരു എക്കോസിസ്റ്റം സ്റ്റേറ്റിന് മൊത്തം ബിൽഡ് ചെയ്യുക. അത് നമ്മൾ ചർച്ചകളിലും കോൺഫറൻസുകളിലും മാത്രം ഒതുക്കാതെ അത് യഥാർത്ഥമായിട്ട്, അതായത് അതിൻ്റെ ഒരു ഒരു ഫ്രൂട്ട് അല്ലെങ്കിൽ ഫലം അനുഭവിക്കാൻ നമുക്ക് പറ്റുന്ന രീതിയിലേക്ക് ബിൽഡ് ചെയ്യുക. നമ്മളിപ്പോൾ സ്റ്റാർട്ടപ്പ് സിസ്റ്റം വളരെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുകയാണ്. വളരെ അത് ചർച്ച ചെയ്യപ്പെടുന്നത് വലിയൊരു കാര്യമാണ്. പക്ഷേ ഇനി അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ്സിൽ കേരളം ഒന്നാമതെത്തി, പല കാര്യങ്ങളിൽ നമ്മൾ ഒന്നാമതെത്തിയിരിക്കുന്നു. സ്റ്റാർട്ടപ്പ് എക്കോസിസ്റ്റത്തിൽ പല റാങ്കിങ്ങിലും നമ്മൾ ഒന്നാമതെത്തിയിരിക്കുന്നു. അപ്പോൾ ഈ ഒരു
ഇതിൽ കൺസിസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യാനും നല്ല സക്സസ് സ്റ്റോറീസ് ബിൽഡ് ചെയ്താൽ മാത്രമേ പുതിയ തലമുറയ്ക്ക് ഈ ഒരു സംഭവത്തിലേക്ക്, അല്ലെങ്കിൽ സ്റ്റാർട്ടപ്പ് എന്നതൊരു കരിയറായിട്ട്, സ്റ്റാർട്ടപ്പ് ഒരു പാഷനായിട്ടും ഫാഷനായിട്ടും മാറിക്കഴിഞ്ഞു. അതിനപ്പുറം അതിലൊരു നിശ്ചയദാർഢ്യമുള്ള, അല്ലെങ്കിൽ അതിന് കമ്മിറ്റഡ് ആയിട്ടുള്ള യങ് ജനറേഷനിലേക്ക് അട്രാക്റ്റ് ചെയ്യാൻ നല്ല സക്സസ് സ്റ്റോറികൾ വേണം, നല്ല റിയൽ സ്റ്റോറീസ് വേണം. കൂടുതൽ ജെൻ റോബോട്ടിക്സ് പോലുള്ള സ്റ്റോറികൾ എക്സ്പോസ് ചെയ്യപ്പെടണം. അങ്ങനെയുള്ള സ്റ്റോറികളിലേക്ക് കൂടുതൽ ആളുകളെ ആകർഷിക്കാൻ പറ്റും. കാരണം ഒരു ഓൺട്രപ്രണർ ഒരു ജോബ് സീക്കറിനേക്കാളും ജോബ് പ്രൊവൈഡേഴ്സിനെ ബിൽഡ് ചെയ്യുന്ന ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റവും നമ്മൾ ബിൽഡ് ചെയ്യണം. എന്നാലും നമ്മൾ പറയുന്നത് പോലെ നമ്മുടെ സ്റ്റേറ്റ് ഈ പറയുന്ന നമ്മുടെ കുറേ ദൗർബല്യങ്ങളുണ്ടല്ലോ. നമ്മുടെ ജിയോഗ്രഫിക്കൽ ഏരിയയുടെ ദൗർബല്യമാണ്. പല മികച്ച പ്ലാന്റുകളും നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല. തമിഴ്നാടും കർണാടകയും സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സൈഡ് തീരദേശമാണ്, മറ്റു സ്ഥലം നമ്മൾ പശ്ചിമഘട്ടവും അങ്ങനെയുള്ള കാര്യങ്ങളിൽ പോകുന്നു. ആകെ കുറച്ച് സ്ഥലമേ കേരളത്തിനുള്ളൂ. ഇവിടെ ഒരു പ്ലാന്റ് ബേസ് ചെയ്ത് ഒരു മാനുഫാക്ചറിങ് സ്റ്റേറ്റാക്കി നമുക്ക് ഒരു ചൈന പോലെയോ അല്ലെങ്കിൽ മറ്റുള്ള സ്റ്റേറ്റുകൾ പോലെയോ നമുക്കൊരു വിപ്ലവം ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം നമ്മുടെ വിപ്ലവം യഥാർത്ഥത്തിൽ നമ്മുടെ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടിയാണ്, നമ്മുടെ IP ആണ്. അതായത് കുറഞ്ഞ സ്ഥലങ്ങൾ കൊണ്ട് മാസും സ്കെയിലും ചെയ്യാൻ പറ്റുന്ന വെഞ്ചേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റിയ മോഡലുകൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യേണ്ടിയിരിക്കുന്നു. അതുപോലെ കേരള ടു ഗ്ലോബൽ നമ്മുടെ കമ്പനികൾ നമ്മൾ പ്രൊമോട്ട് ചെയ്യുമ്പോൾ കേരളത്തിൽ മാത്രം ഒരു മാർക്കറ്റ് കണ്ടുപിടിക്കാതെ, കാരണം കേരളത്തിലെ മാർക്കറ്റ് എന്ന് പറയുന്നത് നമ്മുടെ 3.5 കോടി ആളുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങുന്ന ഒരു എക്കണോമിക് ആക്ടിവിറ്റി മാത്രമേ നടക്കുന്നുള്ളൂ. അതിനപ്പുറത്തേക്ക് ഈ മണി റൊട്ടേഷൻ വിത്തിൻ സ്റ്റേറ്റിനുള്ളിൽ നടക്കാതെ പുറത്തുനിന്നും മറ്റ് മാർക്കറ്റുകളിൽ നിന്നും കേരളത്തിലേക്ക് വരാൻ പറ്റിയ രീതിയിലുള്ള കേരള ടു ഗ്ലോബൽ എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിലൂന്നി പുതിയ വെഞ്ചേഴ്സിനെ ബിൽഡ് ചെയ്യാനും ഇങ്ങനെയുള്ള പരിപാടികളിൽ നിന്ന് പ്രചോദനം ഉണ്ടാകട്ടെ എന്ന് ആശംസിക്കുന്നു. നമ്മുടെ സിസ്റ്റവും നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൻ്റെയും ഒരു പ്രശ്നമുണ്ട്. കാരണം നമ്മുടെ സിസ്റ്റം ഡിഫൈൻ ചെയ്തിരിക്കുന്നത്, എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ കരിയർ എന്താണെന്ന് ചോദിച്ചാൽ MBBS എഞ്ചിനീയറിങ്ങിനും അപ്പുറം, അല്ലെങ്കിൽ ഇപ്പോൾ ചാർട്ടേഡ് അക്കൗണ്ടൻസി ഉണ്ട്, അതിനപ്പുറം മറ്റൊരു കരിയർ കാണാൻ അല്ലെങ്കിൽ മറ്റൊരു കരിയറിനെ കുറിച്ച് ചിന്തിക്കാൻ എനിക്ക് സ്റ്റാർട്ടപ്പ് ഒരു കരിയറായിട്ട് ആരും ചൂസ് ചെയ്യുന്നില്ല. അത് പലപ്പോഴും ഒരു ആക്സിഡൻ്റൽ കരിയറായിട്ടാണ് പലപ്പോഴും വന്നു വിടുന്നത്. അപ്പോൾ അതിനെ ഒരു കരിയർ ചോയ്സ് ആക്കി മാറ്റാൻ, അങ്ങനെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ കരിയർ ചോയ്സ് ആക്കി മാറ്റാനുള്ള ഒരു എന്താ പറയുക മോട്ടിവേഷൻ അല്ലെങ്കിൽ ഒരു പഠനകൃതി രീതി സ്കൂളുകളിലും ഉണ്ടാവണം. എന്നാൽ മാത്രമേ നല്ല ഓൺട്രപ്രണേഴ്സിനെ ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ ഓൺട്രപ്രണേഴ്സിനെ കറക്റ്റ് ചെയ്യുന്ന കാര്യമാണ്. കാരണം ഈ ഓൺട്രപ്രണർഷിപ്പ് എല്ലാവരുടെയും കപ്പ് ഓഫ് ടീ അല്ല, അത് പ്രത്യേകിച്ച് മനസ്സിലാക്കണം. കാരണം നമ്മൾ ഈ ഫാഷനായിട്ട് കൺസിഡർ ചെയ്യുമ്പോൾ ആരെന്ത് ഐഡിയ ആയിട്ട് വന്നാലും ഒരു എക്സൽ ഷീറ്റായിട്ട് വന്നാലും വളരെ നല്ലതെന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് മാറ്റിയെടുക്കണം. കാരണം അതിൻ്റെ ഒരു സസ്റ്റൈനബിലിറ്റിയും അത് നിൽക്കുകയും അതിൻ്റെ ഒരു മാർക്കറ്റ് ഫിറ്റും ഐഡൻറ്റിഫൈ ചെയ്ത് ആദ്യം തന്നെ കറക്റ്റ് ചെയ്ത് വിടേണ്ട ഒരു കാര്യമാണ്. അല്ലെങ്കിൽ ഈ പണ്ട് സിനിമ എന്ന് പറയുന്നൊരു വ്യവസായം ഉണ്ടായിരുന്നു. ഒത്തിരി സ്ക്രിപ്റ്റ് റൈറ്റേഴ്സും ഒത്തിരി ഡയറക്ടേഴ്സും ഉണ്ട്. അതിൽ എത്ര പേര് ഇപ്പം ഇൻഡസ്ട്രിയിൽ നിൽക്കുന്നുണ്ട്. കാരണം ഇവർ എഴുതുന്നതെല്ലാം നല്ലതെന്ന് പറഞ്ഞ് കുറേ പേരെ ഞങ്ങൾ പ്രൊമോട്ട് ചെയ്ത് വിട്ടു. അപ്പം ഇതിൻ്റെ ഒരു ഫിറ്റ്നസ്സും മാർക്കറ്റ് ഫിറ്റും അതുപോലെ തന്നെ സസ്റ്റൈനബിലിറ്റിയും തുടക്കം മുതലേ ജഡ്ജ് ചെയ്ത് മെൻറ്റർ ചെയ്ത് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ, ഇതിൽ നിങ്ങളുടെ കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പണി നോക്കുന്ന പറഞ്ഞു കൊടുക്കാനുള്ള ഒരു ആർജവത്വം കൂടെ നമ്മുടെ നാട്ടിൽ ഉണ്ടാവണം. എന്നാൽ മാത്രമേ നല്ല വെഞ്ചേഴ്സ് ഉണ്ടാവുള്ളൂ, നല്ല സക്സസ് മോഡൽസ് ഉണ്ടാവുള്ളൂ. നല്ല സക്സസ് മോഡൽസ് ഉണ്ടായാലേ പുതിയ തലമുറ അതിലേക്ക് വരുവുള്ളൂ. അതുപോലെ സ്കെയിലപ്പ് ഉള്ള പരിപാടികൾ അതിനൊരു കാരണമാകട്ടെ എന്ന് ഹൃദ്യമായി ആശംസിക്കുന്നു. ഇന്നലെ ഞങ്ങൾ ഈ പരിപാടി വളരെ അവിചാരിതമായിട്ടാണ് പ്രതിപക്ഷ നേതാവ് ഇതിനെക്കുറിച്ച് വളരെ കാര്യമായിട്ട് സംസാരിച്ചു. അപ്പോൾ അങ്ങനെ ഈ പരിപാടി മറ്റുള്ള കോൺസ്റ്റിറ്റ്യുവൻസിലേക്കും മറ്റുള്ള അസംബ്ലി അല്ലെങ്കിൽ സ്ഥലങ്ങളിലേക്ക് എത്തണം. ഇതുപോലുള്ള സ്കെയിലപ്പുകൾ കേരളത്തിൽ 140 സ്കെയിലപ്പുകൾ ഉണ്ടായാൽ മാത്രമേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു എക്സ്പോണൻഷ്യൽ ഗ്രോത്ത് നമ്മൾ എന്താണോ വിഭാവന ചെയ്ത് സ്റ്റേറ്റിന് വേണ്ടിയുള്ള പരിപാടിയാണ്, പെരിന്തൽമണ്ണയ്ക്ക് വേണ്ടിയുള്ള പരിപാടിയല്ല. ആ ഒരു ചിന്ത എല്ലാ ജനപ്രതിനിധികളിലും ഉണ്ടാകട്ടെ എന്ന് ഹൃദ്യമായി ആശംസിക്കുന്നു. അതുപോലെ സ്കെയിലപ്പിന് എല്ലാവിധ ആശംസകളും നേരുന്നു. ഞാൻ നിർത്തുന്നു. നന്ദി, നമസ്കാരം.